ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില മണിക്കൂറുകൾക്ക് മുമ്പ് 2020 കടന്നുപോയി. ബാക്കി ഭാഗങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത 2021 ആ പുതുവർഷം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. 2020 ദൈവമാരെന്നും ദൈവപുത്രനാരെന്നും പരിശുദ്ധാത്മാവ് എന്തെന്നും അങ്ങനെ ത്രിയേക ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു. ലോകത്തിൻ്റെ ഔന്നത്യത്തിൽ ടെക്നോളജി നിൽക്കുമ്പോൾ അതൊന്നുമല്ല എന്ന് തെളിയിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2020. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മോടൊപ്പം പല രൂപത്തിലുമുണ്ട്. 2020 കണ്ട പ്രിയപ്പെട്ടവർ ഇന്ന് ഈ 2021 പ്രാരംഭ മണിക്കൂറുകളിൽ നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മെ ജീവനോടെ ശേഷിപ്പിച്ച നമ്മുടെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. നമ്മെ ദൈവം കരുതുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്. ലോകമെങ്ങും COVID-19 എന്ന മഹാമാരി മൂലം വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ദൈവവചനം കഴിയുന്നത്ര ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന ആഗ്രഹത്തോടെ ദൈവാത്മാവിനാൽ പ്രേരിതരായി 2020 മാർച്ച് 1 മുതൽ ബഹറിൽ നിന്നും ആരംഭിച്ച ഹലോ ഹോപ്പ് ടെലികാസ്റ്റ് എന്ന ഈ മിനിസ്ട്രിയുടെ 154ാമത്തെ എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന, കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹലോ ഹോപ്പ് ഫാമിലിയുടെ ദൈവസ്നേഹത്തിനുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ അനുഗ്രഹപ്പെട്ട മീറ്റിംഗിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിലെ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ചുരുക്കം ചില വാക്കുകളിൽ പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ സാഹിത്യ മണ്ഡലത്തിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് പ്രിയ സഹോദരൻ ES തോമസ് അവർകൾ. ഇടയാറന്മുള സ്വദേശിയായ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും പ്രഭാഷകനും വേദാധ്യാപകനും തർജ്ജമക്കാരനും സർവോപരി ഒരു പൂർണ്ണസമയ സുവിശേഷകനുമാണ്. അനേകം ഈടുറ്റ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും ഇന്നും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് വേദവിഷയത്തെക്കുറിച്ചും ആധികാരികമായി പഠിപ്പിക്കത്തക്കവണ്ണം ദൈവവിജ്ഞാനം ദൈവം അദ്ദേഹത്തിന് ധാരാളമായി നൽകിയിട്ടുണ്ട്. വാമൊഴിയായും വരമൊഴിയായും വിശ്രമരഹിതമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ES തോമസ് അവർകളാണ് ഇന്ന് ഹലഹോ പ്രഷർക്കായി പുതുവത്സര സന്ദേശവുമായി എത്തിയിട്ടുള്ളത്. പ്രിയ സാറിനെ ഹലോഹോ ഫാമിലിയുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് അതിനെ തുടർന്ന് 2 ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ട്. ആദ്യത്തെ ഗാനം ആലപിക്കുന്നത് പ്രിയ സഹോദരൻ സുബിൻ കൈതക്കോടാണ്. അദ്ദേഹത്തെ കീബോർഡിൽ കൂടെ സഹായിക്കുന്നത് പ്രിയ സഹോദരൻ ജോമോൻ വെൺമണിയുമാണ്. അടുത്തതായി ബഹ്റിനിലെ അനുഗ്രഹീത ഗായിക പ്രിയ സഹോദരി ബ്ലെസി ലിജോയും മകൾ ജോവാന ലിജോയും ചേർന്ന് പാടുന്ന ഗാനമാണ്. പ്രിയമകൾ ജോവാന ഹലഹോ പ്രഷർക്ക് മാത്രമല്ല ക്രൈസ്തവ സോഷ്യൽ മീഡിയയിലും വളരെ സുപരിചിതയാണ്. ഗാന ശുശ്രൂഷകൾ ചെയ്യുന്ന 4 പേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹലഹോ ഫാമിലിയുടെ സ്നേഹവന്ദനങ്ങൾ അതോടൊപ്പം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ ടെലികാസ്റ്റ് വിവിധ സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നിന്ന് കാണുന്ന പ്രിയപ്പെട്ടവർക്കും ഇതിൽ ശുശ്രൂഷിക്കുന്നവർക്കും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്കും അനുഗ്രഹമായിരിക്കുവാനും പ്രയോജനമായിരിക്കുവാനും നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം. അടികളെ തെറ്റുകുറ്റങ്ങൾ ഓർക്കാതെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. 2020 കണ്ട അനേകം പ്രിയപ്പെട്ടവർക്ക് 2021 കാണാൻ കഴിയാതെ പോയപ്പോൾ
അടിയങ്ങൾക്ക് അങ്ങ് അനുവദിച്ചു തന്ന വൻകൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. ലോക്ക്ഡൗൺ കാലയളവിൽ ദൈവാത്മാവിനാൽ പ്രേരിതരായി ആരംഭിച്ച ഹലോ ഹോപ്പ് ടെലികാസ്റ്റ് ഇന്നും അനുഗ്രഹമായി നടക്കുവാൻ സർവശക്തൻ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നുൾപ്പെടെ 154 ടെലികാസ്റ്റുകളിൽ ശുശ്രൂഷിച്ചവരും പങ്കെടുത്തവരും ഒരുപോലെ അനുഗ്രഹപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം ലോകമെങ്ങും ഘോഷിക്കപ്പെടുന്ന നാൾ എത്രയും വേഗം വരയണമേ. ലോകമെങ്ങും ഭയപ്പെടുന്ന മഹാമാരിക്കും മറ്റുള്ള അസുഖങ്ങൾക്കും വേഗം ശമനമുണ്ടാകുവാൻ അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ഒരിക്കൽ കൂടെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. വചനം സംസാരിക്കുന്ന ദൈവദാസനെയും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും, ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെയും ഈ ടെലികാസ്റ്റിനുള്ളിൽ പ്രവർത്തിക്കുന്നവരെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓർക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ പുതുവർഷം നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറഞ്ഞാകട്ടെ എന്ന് മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ ദൈവന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. അതിനെ തുടർന്ന് ഗാന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവർ കടന്നു വരും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു. അതിപരിശുദ്ധമാകിയ നാമത്തിൽ എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ബഹ്റിൻ ആസ്ഥാനമായി ഹലോ ഹോപ്പ് എന്ന മീഡിയ മിനിസ്ട്രി ചെയ്തു വരുന്ന ഈ ശുശ്രൂഷകളുടെ ഭാഗമായി നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ശക്തിയേറിയ ഒരു ചെറിയ പ്രബോധനം അറിയിപ്പാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ദൈവദാസൻ മോശയുടെ ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാനത്തെ ഈ നിമിഷത്തിലും പുതുവത്സരത്തിന്റെ പുത്തൻ പ്രത്യാശയ്ക്കായി നമ്മുടെ കാൽപാദങ്ങൾ നാം ചവിട്ടുവാൻ പോകുന്നതുമായിട്ടുള്ള ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഈ അനുഗ്രഹ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരും എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ ഇപ്രകാരം ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്: യശൂരൂന് ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. അവൻ തന്റെ സഹായത്തിനായി ആകാശയുടെ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. 2020 സംഭവ ബഹുലത നിറഞ്ഞ ഒരു സംവത്സരമായിരുന്നു. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് വരെ മനുഷ്യ മസ്തിഷ്കത്തിന് പിടികൊടുക്കാതെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന മഹാസംഹാരിയായിരിക്കുന്ന ഒരു വൈറസ്, കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് മാനവ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സംവത്സരം. അനേക ആയിരം ഭവനങ്ങളിൽ മരണം അപ്രതീക്ഷിതമായ അതിഥിയായി ഓടിയെത്തി. അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെയും, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെയും, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെയും ബന്ധുക്കളെയും നഷ്ടമായി. കഴിഞ്ഞ ഒരു സംവത്സരത്തിന്റെ കഥനകഥകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തേക്ക് നാം ഇപ്പോൾ വന്നിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ 2021 പ്രഭാതത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ബന്ധത്തിലാണ് ഈ വേദഭാഗം ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആവർത്തന പുസ്തകം 33-ൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കിടത്തി മരുഭൂമിയിൽ കൂടി 40 വർഷക്കാലം ജയോത്സവമായി അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ദാസനായിരുന്ന മോശയുടെ അവസാന നിമിഷങ്ങളാണ് നാം കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 അതിപ്രധാന വ്യക്തികളുടെ ജീവിത അന്ത്യത്തിലെ അനുഗ്രഹവാചകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഗോത്രപിതാക്കന്മാരുടെ പിതാവായിരുന്ന യാക്കോബിന്റെ അനുഗ്രഹ വാചകങ്ങൾ. അതുപോലെ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ നെടുനായകനായിരുന്ന മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച അനുഗ്രഹ വാക്യങ്ങൾ. രണ്ടുപേരും ഓരോ വടിയോടുകൂടിയാണ് തങ്ങളുടെ ജീവിതയാത്ര സമാരംഭിക്കുന്നത്. മോശ തന്റെ കയ്യിലുള്ള ഒരു വടിയുമായി ചെങ്കടലിനെ നീട്ടി അതിനെ രണ്ടായി വിഭജിച്ച് അതിൽ കൂടി ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ആ വടി കൊണ്ട് ഇസ്രായേലിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അദ്ദേഹം അവിടെ കാണിച്ചു കൊടുക്കുന്നു. ഒരു വടിയോടുകൂടി ആരംഭിച്ച ഒരു ജീവിതയാത്ര. ദൈവദാസനായ യാക്കോബും അതുതന്നെയാണ് പറയുന്നത്. അടിയൻ ഒരു വടിയോടുകൂടിയാണ് ഈ യോർദാൻ കടന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും ഓരോ വടിയോടുകൂടി തങ്ങളുടെ ജീവിതയാത്ര സമാരംഭിച്ച് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അന്ത്യത്തിലെത്തി.
യാക്കോബ് തന്റെ 12 മക്കളായിരിക്കുന്ന ഗോത്രപിതാക്കന്മാരെയും മോശ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹ വാക്യങ്ങളാണ് ഈ ആവർത്തനം 33, ഉൽപ്പത്തി 49 ഈ അധ്യായങ്ങൾ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത്. നാം ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മോശ പറയുകയാണ്, യെശൂരൂര് ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഇതാ അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തിലൂടെ മേഘാരൂഢനായി വരുന്നു. മോശ തന്റെ ജീവിതയാത്രയുടെ ഏറ്റവും സായാഹ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ്. പിസ്ഗയുടെ മുകളിൽ അദ്ദേഹം കയറി. വാഗ്ദദേശമായ കനാൻ ദേശത്തെ ദൈവം അവനെ കാണിച്ചു കൊടുത്തു. നീ ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ കൂടെ ഇത്രയും കാലങ്ങൾ നീ അവരെ നടത്തി. ഇതാ മനോഹരമായ വാഗ്ദദേശം, പിതാക്കന്മാരോട് ഞാൻ വാഗ്ദം ചെയ്ത കനാൻ ദേശം നീ കൺകൊള്ളൊക്കെ കണ്ടുകൊള്ളുക, എങ്കിലും നീ അവിടെ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം അവനോട് പറഞ്ഞു. മോശയ്ക്ക് മനസ്സിലായി തന്റെ ജീവിതയാത്ര ഇവിടെ പര്യവസാനിപ്പിക്കാൻ പോകുകയാണ്. അവൻ അതിനു മുമ്പ് ഇസ്രായേൽ ഗോത്രം 12 അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കുകയിൽ അവൻ പറയുന്ന വാക്കാണ്, യെശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തരുമില്ല. യെശൂരൂർ എന്ന് പറയുന്നത് യാക്കോബിന് ദൈവം നൽകിയ ഒരു ഓമന പേരാണ്. അതായത് ഇസ്രായേലിന്റെ ജനനത്തിന് ശേഷമാണ് യെശൂരൂൻ എന്ന് പറയുന്ന ഒരു പേര് ദൈവം സ്വീകരിക്കുന്നത്, യാക്കോബ് നൽകുന്നത്. യെശൂരൂന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവം എന്നാണ് ഈ അർത്ഥം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, God has a very specific and personal relationship with his people. ദൈവത്തിന് തന്റെ ജനത്തോട് വളരെ വ്യക്തിപരവും വളരെ പ്രത്യേകമായിരുന്ന ഒരു ബന്ധം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് യെശൂരൂന്റെ ദൈവം എന്ന് പറയുന്നത്. യാക്കോബിന്റെ ജനനത്തിന് ശേഷം ദൈവം നൽകിയ ഈ മനോഹരമായ പേരിന്റെ അടിസ്ഥാനത്തിൽ യാക്കോബുമായി ദൈവം ഒരു നല്ല ബന്ധം സ്ഥാപിച്ചതായി നാം വായിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവും നാമുമായി ഒരു നല്ല ബന്ധം കർത്താവ് നമുക്കായി സ്ഥാപിച്ച് നൽകിയിട്ടുണ്ട്. ആ ദൈവത്തെയാണ് വാസ്തവത്തിൽ നാം വിശ്വസിക്കുകയും സേവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നത്. യഹോവ തന്റെ ജനത്തോട് ഏർപ്പെട്ട വിധം വളരെ വ്യക്തമായി മോശ ഓർത്തു. 40 വർഷങ്ങളുടെ പിറകിലേക്ക് തന്റെ ഓർമ്മയെ അദ്ദേഹം തിരിച്ചുവിട്ടിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ അനുഗ്രഹീതമായ ചില ആത്മീയ സത്യങ്ങൾ ഈ അനുഗ്രഹ വാചകങ്ങളിൽ മോശ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി നോക്കാം, 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ അവരൊരു വേള ചോദിച്ചു, ഞങ്ങൾ മരുഭൂമിയിൽ എന്തു ഭക്ഷിക്കും? ദൈവം 40 വർഷക്കാലവും സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമാകുന്ന മന്ന പൊഴിച്ച് സമൃദ്ധിയായി ആ ജനത്തെ നടത്തി. 40 വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും ആഹാരത്തിനായി അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നാം വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് അവരെത്തി ചേർന്ന് ദേശത്തെ വിശിഷ്ടമായ ഫലങ്ങൾ അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം ആകാശമുള്ള മന്ന നിന്നുപോയി എന്നാണ് വായിക്കുന്നത്. മരുഭൂയാത്രയുടെ ആരംഭം മുതൽ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേർന്ന് അവിടെ ദേശത്തെ വിശിഷ്ടമായ ഫലം അനുഭവിക്കുവാൻ അവസരം ലഭിക്കുന്നതുവരെയും ഇടതടവില്ലാതെ സ്വർഗത്തിൽ നിന്ന് ദൈവം മന്ന പൊഴിച്ച് അവർക്ക് നൽകി. 40 ആണ്ടും മരുവിൽ തന്റെ ജനത്തെ മെച്ചമായി പോറ്റിയ ദൈവമാണ് യെശൂരൂന്റെ ദൈവം. ആ ദൈവത്തെ കണ്ട മോശ പറയുകയാണ്, യെശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. 2, ഇസ്രായേൽ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിലെ അനുഭവം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. വെള്ളത്തിനായി അവർ ബുദ്ധിമുട്ടിയ ചില സമയത്തുണ്ട്. ഒരു സമയത്ത് അവർക്ക് വെള്ളമുള്ളൊരു സ്ഥലത്ത് അവരെത്തി, എങ്കിലും വെള്ളം കൈപ്പുള്ളതായിരുന്നു. എങ്കിലും ആ വെള്ളത്തിലേക്ക് വെട്ടി എറിയപ്പെട്ട ഒരു കൊമ്പ്, ആ കൊമ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നത്. ആ വെള്ളം മധുരമാക്കി തീർത്തു, മാറയെ മധുരമാക്കി തീർത്ത യെശൂരൂന്റെ ദൈവം. അതുമാത്രമല്ല, മറ്റൊരു വേള അവർക്ക് വെള്ളം അശേഷമില്ലാതെ ജനം പിറുപിറുത്തപ്പോൾ നാം വായിക്കുന്നു, തീക്കല്ലിനെ അടിച്ച് അതിനെ പിളർന്ന് അതിൽ നിന്ന് ജലതടാകത്തെ ഒഴുക്കി ദൈവം സമൃദ്ധിയായി അവർക്ക് വെള്ളം നൽകി. ഭക്ഷിപ്പാൻ ആഹാരം, കുടിപ്പാൻ സമൃദ്ധിയായ വെള്ളം. ഇനി മാത്രമല്ല, മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പം തരുവാൻ അവന് കഴിഞ്ഞു, മാംസവും കൂടെ തരുവാൻ അവന് കഴിയുമോ എന്ന് ജനം സംശയിച്ച് മോശയോട് ചോദിക്കുമ്പോൾ നാം വായിക്കുന്നത്, അവന് കടലിൽ നിന്ന് കാടപ്പക്ഷിയെ കൂട്ടം കൂട്ടമായി വരുത്തി അവർക്ക് സമൃദ്ധിയായ മാംസഭോജനം നൽകി എന്ന് നാം വായിക്കുന്നു. 40 വർഷക്കാലം ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയ ദൈവത്തിന്റെ കരുതലുകളെയും ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന് ആ ജനത്തോടുള്ള പ്രത്യേകമായ ഇഷ്ടത്തെയും താല്പര്യത്തെയും മോശ അയവിറക്കി നോക്കിയിട്ട് പറഞ്ഞു, യെശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഈ മരുഭൂമിയിലെ ജീവിതയാത്ര മുൻപോട്ട് വരുമ്പോൾ അനേക സ്ഥലങ്ങളിലായി മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് പാർത്തുവന്ന ജാതികളുടെ ധാരാളം കൂട്ടങ്ങളെ ഈ മോശയും ജനവും കണ്ടിട്ടുണ്ട്.
അവരുടെ അനേക ദേവീ ദേവ സങ്കല്പങ്ങളെ മോശ കണ്ടിട്ടുണ്ട്, ജനം കണ്ടിട്ടുണ്ട്. അവരിൽ ചിലയൊക്കെ അനുകരിക്കാനായി ജനം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം താരതമ്യം ചെയ്തിട്ട് മോശ പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവം യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവുമില്ല. അപ്പൊ ഓർക്കുക, അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരത്തിന് മുട്ടുണ്ടായില്ല, കുടിപ്പാൻ വെള്ളത്തിന് പ്രയാസമുണ്ടായില്ല, ഭക്ഷിപ്പാൻ മാംസത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല. അടുത്തായി വായിക്കുന്നത്, 40 വർഷക്കാലവും അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തിട്ടും അവരുടെ ആരുടെയും ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം ജീർണിച്ചതില്ല, കാലിലെ ചെരുപ്പ് തേഞ്ഞ് പോയതുമില്ല. ദൈവത്തിന്റെ അത്ഭുതാപകമായിരുന്ന കരുതലാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പ്രത്യേകമായൊരു സബ്ജക്ട് തന്നെ നമ്മുടെ പഠന വിഷയമാണ്. ദ പ്രൊവിഡൻഷ്യൽ പ്രിസർവേഷൻ ഓഫ് ഗോഡ് ഫോർ ഹിസ് പീപ്പിൾ. ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലുകൾ. അവരുടെ ചെരുപ്പുകൾ തേഞ്ഞില്ല, ശരീരത്തിലെ വസ്ത്രങ്ങൾ ജീർണിച്ചു പോയതുമല്ല. മോശ മരണത്തിന്റെ വക്കോളം എത്തിയിരിക്കുകയാണ്. അതായത് ഇനി അധികം താമസമിന് മോശ ഈ പർവ്വതത്തിൽ വെച്ച് മാറ്റപ്പെട്ട ദൈവസ്ഥാനിൽ ചേരുവാൻ പോകുകയാണ്. മോശയെ ദൈവം ആ കാര്യം അറിയിച്ചു, മോശ ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. മോശ മരണത്തിന്റെ വക്കിലെത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ തുടർന്നും യാത്ര ചെയ്യേണ്ടിയിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ 2020 നമ്മെ വിട്ട് പോകുവാൻ തുടങ്ങുകയാണ്. 2020 എല്ലാ സുഖ ദുഃഖ സമ്മിശ്രമാക്കുന്ന ജീവിതാനുഭവങ്ങളും കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഓടിമറയാൻ പോകുന്നു. നാം കണ്ടിട്ടില്ലാത്ത, നാം അറിഞ്ഞിട്ടില്ലാത്ത, നമുക്കിനി എന്ത് ഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ഭാവിയുടെ ഭാഗതയും മാനുഷികമായി നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു പുതിയ സമരസത്തിന്റെ വാതിക്കലേക്ക് ഞാനും നിങ്ങളും നടന്ന് അടുക്കുകയാണ്. മോശയ്ക്ക് ഉണ്ടായ അനുഭവം ഇതുതന്നെയാണ്. മോശ 40 വർഷക്കാലത്തെ ഈ ജീവിതാനുഭവത്തെ വളരെ വ്യക്തമായി അദ്ദേഹം നിരൂപിച്ചു. ഇനി മാത്രമല്ല, ഈ 40 വർഷത്തെ ജീവിതയാത്രയെ നമ്മൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ മറ്റൊരു വസ്തുവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മരുഭൂമിയിലൂടെ കൂടെയുള്ള ഈ കഠിനമേറിയ യാത്രയിൽ ഏതാണ്ട് 31 നാട്ടുരാജാക്കന്മാരുമായി അവർ യുദ്ധം ചെയ്ത് അവരുടെ മേൽ അവർ വിജയം വരിച്ചിട്ടുണ്ട്. 31 നാട്ടുരാജാക്കന്മാർ ഈ ജാതിയുമായി യുദ്ധത്തിലേർപ്പെട്ടിട്ടുണ്ട് 40 വർഷക്കാലത്തെ ഈ ജീവിതയാത്രയിൽ. 40 വർഷക്കാലത്തെ ഈ ജീവിതയാത്ര ഏറെ ക്ലേശകരമായ യാത്രയായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: 40 വർഷക്കാലത്തെ യാത്രയിൽ 41 പ്രാവശ്യം കൂടാരം മാറ്റി മാറ്റി അടിക്കുകയും അവർ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, വളരെ പ്രശ്നകലുഷിതമായ, വളരെ കഠിനമായിരുന്ന, വളരെ പ്രയാസങ്ങളുള്ള, വളരെ പീഡനങ്ങളുള്ള, വളരെ മനോവേദനയുള്ള ഒരു യാത്രയായിരുന്നു ഈ യാത്രയെങ്കിലും നാം വായിക്കുന്നു, 41 പ്രാവശ്യം മാറ്റിയ കൂടാരം മാറ്റി മാറ്റി അടിച്ച് ഉള്ള ഈ യാത്രയിലും അവരെ ദൈവം പരീക്ഷണിതരാക്കിയില്ല. രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി അവരെ ദൈവത്തിന്റെ കരുതലിൽ ദൈവം ക്ഷേമമായി സൂക്ഷിച്ചു. മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിൽ ആ ജനം തളർന്നു പോകുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. രാത്രിയിലെ അതിശൈത്യത്തിൽ അവർ തകർന്നു പോകുവാനും ദൈവം അവരെ അനുവദിച്ചില്ല. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭവുമായി 40 വർഷവും ദൈവം അവരോട് കൂടെയിരുന്നു. 31 നാട്ടുരാജാക്കന്മാരോട് യുദ്ധം ചെയ്യുമ്പോഴും അവരിൽ ആരും വാളെടുക്കുകയോ ഈ എതിരാളികളോട് യുദ്ധം ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടായില്ല. ദൈവത്തിന്റെ നിയമദൂതൻ കയ്യിൽ ഉയർപ്പിടിച്ച വാളുമായി യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വാക്കുകൾ വായിക്കുന്ന പോലെ അവർക്ക് മുമ്പാകെ നിൽക്കുകയും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയും എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ആത്മീയ പാഠമുണ്ട്. ജീവിതത്തിന്റെ ജീവിതയാത്രാ ദിനങ്ങൾ എത്ര കണ്ട് വലുതായാലും ചെറുതായിരുന്നാലും യശൂരുവിന്റെ ദൈവം ദൈവമായിരുന്നോളം കാലം നമുക്ക് ശത്രുക്കളില്ലാത്ത ഒരു ജീവിതയാത്ര ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ശത്രുക്കളുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ, അവരുടെ മധ്യയെ അവരെ നമ്മുടെ മുമ്പാകെ കാഴ്ചയാക്കുവാൻ, ശത്രുക്കളുടെ മധ്യയെ നമുക്ക് മേശയൊരുക്കുവാൻ കഴിയുന്ന സർവശക്തിയുള്ള ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം, അതായത് യശൂരുവിന്റെ ദൈവം. ദേശപ്പെട്ടു നോക്കുവാൻ മോശയെ അയച്ച 12 ആളുകളിൽ 10 പേർ വന്ന് ആ ദേശത്തെ മലന്മാരുണ്ട്, അവര് മനുഷ്യരെ തിന്നുകളയുന്നവരാണ് എന്ന് പറഞ്ഞ് ജനത്തിന്റെ ഹൃദയത്തെ ഭ്രമിപ്പിച്ചപ്പോൾ നാം വായിക്കുന്നത് 2 പേർ വന്ന് മോശയോട് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. യോശുവയും കാലേബുമാണ് പറഞ്ഞു, അനാക്കിന്റെ മക്കളായ മല്ലന്മാരെയും ഞങ്ങളിവിടെ കണ്ടു. ദേശം ഫലസമൃദ്ധമാണ്, പാലും തേനും ഒഴുകുന്നതാണ്. യഹോവയായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. എന്നാൽ ഒരു കാര്യം, ദൈവം അവരെ നമുക്ക് അപ്പമായി അവിടെ വെച്ചിരിക്കുന്നു. യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം അവരെ തോൽപ്പിക്കും എന്ന് സധൈര്യം അവർ പ്രഖ്യാപിക്കുകയും പിൽക്കാലത്ത് അവരത് തെളിയിച്ച് കൊടുക്കുകയും ചെയ്തു. എന്റെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, 2020
നാം യാത്ര പറഞ്ഞ് കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചരിത്രത്തിന്റെ തങ്കത്താളുകളിലേക്ക് 2020 ഇടം പിടിക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് കന്മഷങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് മരണങ്ങളും ഒരുപാട് ഭയങ്ങളും ഒക്കെ ലോകത്തിൽ അനേക ഹൃദയങ്ങൾ വിതയ്ക്കപ്പെട്ട ഈ 2020 സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയുടെ കരങ്ങളിൽ എന്നെയും നിങ്ങളെയും സൂക്ഷിച്ച ദൈവത്തിന്റെ അത്ഭുതാവഹമായ കൃപയുടെ കരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുതുവർഷത്തിന്റെ പുത്തൻ പ്രഭാതത്തിലേക്ക് വിശ്വാസത്തിന്റെ കാൽച്ചുവൾ വയ്ക്കുന്ന എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം പുതിയ ചിന്തകളാൽ, പുതിയ പ്രതിഷ്ഠകളാൽ, പുതിയ സമർപ്പണത്താൽ, പുതിയ കാഴ്ചപ്പാടിനാൽ അനുഗ്രഹിക്കുകയും സംവത്സരത്തെ തന്നെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വിശ്വസ്തനായ ദൈവം എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകി സധൈര്യം ഈ മരുയാത്ര മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഓർക്കുവാനുള്ള അവിടെ മോശ പറയുകയാണ്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, യെശൂരുവിന്റെ ദൈവമായിരുന്ന ഇസ്രായേലേ നീ ഭാഗ്യവാൻ. മോശ പറയുന്ന വാക്കിലായത് യെശൂരിന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവരെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 40 വർഷക്കാലത്തെ ഈ ജീവിതയാത്ര അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നാഴികയിലേക്ക് നടന്നിരുന്നപ്പോൾ താൻ വായിക്കുന്നു, ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലേ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. അതായത് യാത്രയുടെ അന്തിമ ദിശയിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ വാക്കിൽ കൂടെ പരിസമാപ്തി കുറിക്കട്ടെ. യെശൂരുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുതിനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി ആകാശോടമേകാരൂഢനായി വരുന്നു. ഇസ്രായേലിന്റെ ജനനത്തിനു ശേഷമാണ് യെശൂരൂൻ എന്ന പേര് അവനുണ്ടായത്. യെശൂരൂൻ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ വത്സലപുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഗോഡ് ഹാസ് എ വെരി പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പീപ്പിൾ. ദൈവത്തിന് തന്റെ ജനവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. യെശൂരൂന്റെ ദൈവം സമം ഇസ്രായേലിന്റെ ദൈവം. 2, ഈ 40 വർഷക്കാലത്തെ യാത്രയിൽ സമൃദ്ധിയായ ഭക്ഷണം, സമൃദ്ധിയായ വെള്ളം, സമൃദ്ധിയായ മാംസഭോജനം ഇതെല്ലാം ദൈവം അവർക്ക് നൽകി. ജീർണിച്ചു പോകാത്ത വസ്ത്രവും തേഞ്ഞു പോകാത്ത ചെരുപ്പും ദൈവം അവർക്ക് നൽകിയവരെ സൂക്ഷിച്ചു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ദൈവത്തിന്റെ പ്രൊവിഡൻഷ്യൽ പ്രിസർവേഷൻ. അതുമാത്രമല്ല, മോശ മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു, എന്നാൽ ഇസ്രായേൽ യാത്ര തുടരേണ്ടതായിട്ടിരിക്കുന്നു. ദൈവം തന്റെ ദാസന്മാരെ കൊണ്ട് ദൈവത്തിന്റെ മഹത്വമായ ശുശ്രൂഷ ചെയ്യുകയും അത് തികഞ്ഞു കഴിയുമ്പോൾ ദൈവം അവരെ കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് മേലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതി മുൻപോട്ട് ദൈവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 40 വർഷക്കാലത്തെ യാത്രയിൽ 31 നാട്ടുരാജാക്കന്മാർമേൽ അവർ വിജയം വരിച്ചു. 41 പ്രാവശ്യം തങ്ങളുടെ കൂടാരം മാറ്റിയടിച്ചു. ജനങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവത്തിന്റെ ചെറുകടിയിൽ ദൈവം അവരെ ഭദ്രമായി സൂക്ഷിച്ചു. ഒടുവിൽ പറയുകയാണ്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. പ്രിയപ്പെട്ടവരെ, 2020 നമ്മെ കടന്നു പോകുന്നു. 2021 നാം പ്രവേശിക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തിന് നാളുകൾ സമാഗതമായിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നാം കാഹളനാദം കേൾക്കുവാനുള്ള സമയം ഏറ്റവും സമീപമായിരിക്കുന്നു. നാളെയുടെ നാളുകൾ നാം കേൾക്കുവാൻ പോകുന്ന ശബ്ദം ഇതായിരിക്കാം, ദൈവജനമേ നിങ്ങളുടെ മരുഭൂയാത്ര അവസാനിക്കാൻ പോകുന്നു, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയുടെ തികവിൽ യെശൂരുവിന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനിൽ മാത്രം അൻപുവെച്ചുകൊണ്ട് അവനെ മാത്രം അനുധാവനം ചെയ്തുകൊണ്ട് ഈ മരുയാത്ര നമുക്ക് തുടർന്ന് മുൻപോട്ട് നയിക്കാം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ഈ നിലയിൽ എനിക്കൊരു ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ഈ പ്രത്യേകമായ ശുശ്രൂഷയോട് എനിക്കുള്ള നന്ദി ഞാൻ വിനീതമായി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. ദൈവം സമരസരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വിശ്വസ്തനായ ദൈവം പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്ന നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർബ്ല. താങ്ക് യു. നീ എന്റെ നല്ല
നായകനേ, ഓ അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ ഞാനെന്നും ഭാഗ്യവാനാ. ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ആഴമായി ആഴമായി ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ.
ഘോഷിക്കും എൻ രക്ഷകന്റെ ദാനം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. എൻ നാമം മായ്ച്ചു കളവാൻ പിശാചിനാൽ അസാധ്യം. എന്നീശു ശക്തൻ കാക്കും താൻ തൻ രക്തത്തിൻ സമ്പാദ്യം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. സന്തോഷമേ സന്തോഷമേ എൻ ദൈവത്തിനു സ്തോത്രം. എൻ ജീവനാമെൻ യേശുവേ നീ സ്തുതിക്കു പാത്രം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. നമുക്ക് നമ്മുടെ തലകളെ വീണ്ടും ഒരിക്കൽ കൂടെ വണക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ മീറ്റിങ്ങിനെ ആദിയോടന്തം അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. യശുരൂരിൻ്റെ ദൈവത്തെക്കുറിച്ച് ദൈവദാസനിൽ കൂടെ വീണ്ടും കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചുവല്ലോ. 40 വർഷം മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ മക്കളെ സുഭിക്ഷമായി നടത്തിയ ദൈവമാണ് നമുക്കുള്ളതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ തക്ക സമയത്ത് അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു. പുതുവത്സര സന്ദർശനത്തിലൂടെ അടികളെ ബലപ്പെടുത്തിയ ദൈവദാസനെ വീണ്ടും കഥാണ്ടകളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വയൽ പ്രദേശത്ത് അനേകം പേർക്ക് പ്രയോജനമായി തീരുവാൻ അങ്ങടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗാനശുശ്രൂഷകൾ നിർവഹിച്ച പ്രിയപ്പെട്ടവരെയും ഈ ടെലികാസ്റ്റ് കണ്ട എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കുന്നു. പുതുവർഷം ലോകസമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് അടിയങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. സകലവും കർത്താവിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
പക്ഷമായി തീർന്നതീനാ എന്തോരാനന്ദമീ ഭൂ